ഹിമമേഖലയിൽ നടന്ന റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെയും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും തമ്മിലുള്ള ഉച്ചകോടി യുക്രൈൻ യുദ്ധത്തിന്റെ നിഴലിൽ ആഗോള രാഷ്ട്രീയ നിരീക്ഷകരുടെ മുഴുവൻ ശ്രദ്ധയും ആകർഷിച്ച ഒരു സുപ്രധാന സംഭവമായിരുന്നു. യുദ്ധം അവസാനിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരു കരാറിലും എത്താൻ ഈ കൂടിക്കാഴ്ചയ്ക്ക് കഴിഞ്ഞില്ലെങ്കിലും ഇരു ശക്തികൾക്കുമിടയിൽ സംഭാഷണത്തിനുള്ള ഒരു വാതിൽ തുറന്ന് പല രാജ്യങ്ങളും പ്രതീക്ഷയോടെയാണ് നോക്കിക്കാണുന്നത്. എന്നാൽ പാശ്ചാത്യ രാജ്യങ്ങൾക്കിടയിൽ ഇത് വലിയ ആശങ്കകൾക്ക് വഴിവെച്ചു. ഈ ഉച്ചകോടി ആഗോള ശക്തി സന്തുലനത്തിൽ ഒരു പുതിയ അധ്യായം തുറക്കുന്നതിനുള്ള സാധ്യതകളാണ് മുന്നോട്ട് വെച്ചത്. ലോക നേതാക്കളും രാഷ്ട്രീയ വിദഗ്ധരും ഈ വിഷയത്തിൽ വ്യത്യസ്ത നിലയിലുള്ള അഭിപ്രായങ്ങളാണ് പങ്കുവച്ചത്. റഷ്യയുടെ പക്ഷത്തു നിന്നും ഈ ഉച്ചകോടിയെ ഒരു നയതന്ത്ര വിജയമായാണ് വിലയിരുത്തുന്നത്. യുദ്ധം തുടരുമ്പോഴും ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമെന്നത് ഒരു വലിയ നേട്ടമായി റഷ്യ കണ്ടു. റഷ്യൻ നേതാവ് മിഖായേൽ മെദ്വദേവ് തന്റെ ടെലിഗ്രാം പോസ്റ്റിൽ മുൻ വ്യവസ്ഥകളില്ലാതെ ചർച്ചകൾ സാധ്യമാണെന്ന് കൂടിക്കാഴ്ച തെളിയിച്ചു എന്ന് അഭിപ്രായപ്പെട്ടു. സാധാരണയായി പാശ്ചാത്യ രാജ്യങ്ങൾ റഷ്യയുമായി സംസാരിക്കുന്നതിന് മുൻപ് ചില നിബന്ധനകൾ വെക്കാറുണ്ടായിരുന്നു. എന്നാൽ അലാസ്കയിലെ കൂടിക്കാഴ്ചയിൽ അത്തരം തടസ്സങ്ങൾ ഇല്ലാതായത് റഷ്യയെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസമായിരുന്നു. റഷ്യൻ വിദേശകാര്യ വക്താവ് മരിയ സഖറോവയുടെ വാക്കുകളിൽ ഈ കൂടിക്കാഴ്ചയ്ക്ക് പുടിന് ലഭിച്ച ചുവപ്പ് പരവതാനിയും ട്രംപിന്റെ ഊഷ്മളമായ സ്വീകരണവും റഷ്യയെ അന്താരാഷ്ട്ര തലത്തിൽ ഒറ്റപ്പെടുത്താൻ പാശ്ചാത്യ മാധ്യമങ്ങൾ നടത്തിയ ശ്രമങ്ങൾ പരാജയപ്പെട്ടതിന്റെ വ്യക്തമായ സൂചനയാണ്. ലോകവേദിയിൽ നിന്ന് റഷ്യയെ മാറ്റി നിർത്താൻ കഴിയില്ലെന്ന് ഈ കൂടിക്കാഴ്ച തെളിയിച്ചതായി അവർ ചൂണ്ടിക്കാട്ടി. ഒരു വലിയ പ്രതിസന്ധിയുടെ നടുവിലും രണ്ട് ലോകശക്തികൾ തമ്മിൽ നേരിട്ട് സംസാരിക്കാൻ തയ്യാറായത് റഷ്യയുടെ സ്വാധീനം ഇപ്പോഴും നിലനിർത്തുന്നു എന്നതിന്റെ സൂചനയായിട്ടാണ് അവർ കണ്ടത്. അമേരിക്കൻ വീക്ഷണത്തിൽ ഉച്ചകോടിക്ക് ശേഷം ട്രംപ് ചർച്ചകളെ വളരെ ഫലപ്രദമായിരുന്നു എന്നും വളരെയധികം കാര്യങ്ങൾ ധാരണയിലെത്തി എന്നും പറഞ്ഞ് പ്രശംസിച്ചു. എന്നിരുന്നാലും യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരു കരാറുമില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കുകയുണ്ടായി. ഒരു കരാർ ഉണ്ടാകുന്നത് വരെ വേറൊരു കരാറുമില്ല എന്ന തന്റെ നയം അദ്ദേഹം ആവർത്തിച്ചു. യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിയുമായും നാറ്റോ നേതാക്കളുമായും താൻ ചർച്ചകൾ നടത്തുമെന്നും സമാധാനത്തിനായുള്ള അടുത്ത നീക്കം യുക്രൈനിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്നും അദ്ദേഹം സൂചിപ്പിച്ചു. ട്രംപിന്റെ ഈ നിലപാട് തന്റെ സഖ്യകക്ഷികളെ കൂടി പരിഗണിക്കുന്ന ഒരു നയതന്ത്ര സമീപനമായിരുന്നു. അതേസമയം ഉച്ചകോടിയിൽ ഒരു കരാറും ഉണ്ടാകാത്തതിൽ ചില അമേരിക്കൻ രാഷ്ട്രീയ വിദഗ്ധർക്കിടയിൽ നിരാശയുണ്ടായിരുന്നു. എന്നാൽ ഇതിനെ വ്യത്യസ്തമായ ഒരു കാഴ്ചപ്പാടിലൂടെ കാണുന്നവരുമുണ്ട്. പ്രമുഖ രാഷ്ട്രീയ നിരീക്ഷകനായ ഫ്യോഡർ ലുക്യാനോവ് ഈ കൂടിക്കാഴ്ചയെ സോവിയറ്റ് യൂണിയൻ പ്രസിഡന്റ് മിഖായേൽ ഗോർബച്ചേവും അമേരിക്കൻ പ്രസിഡന്റ് റൊണാൾഡ് റീഗനും തമ്മിലുള്ള ആദ്യ കൂടിക്കാഴ്ചയുമായാണ് ഉപമിച്ചത്. ആ കൂടിക്കാഴ്ചയിലും വലിയ കരാറുകളൊന്നും നടന്നില്ല. എന്നാൽ അത് ആശയവിനിമയത്തിന്റെ രീതിയിൽ വലിയ മാറ്റങ്ങൾ വരുത്തി. അതുപോലെ അലാസ്കയിലെ ഉച്ചകോടി കരാറുകളൊന്നും രേഖപ്പെടുത്തിയിട്ടില്ലെങ്കിലും അമേരിക്കയുടെ ആധിപത്യത്തിൽ അധിഷ്ഠിതമായ ശീതയുദ്ധാനന്തര യുഗത്തിന്റെ അവസാനമാണെന്നാണ് ലുക്യാനോവ് ചൂണ്ടിക്കാട്ടുന്നത്. ഈ മാറ്റം അമേരിക്കയ്ക്ക് അകത്തുനിന്ന് തന്നെ ഉയർന്നു വന്ന ഒരു ആവശ്യമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഉച്ചകോടിയെ റഷ്യയുടെ ഭാഗത്തു നിന്നുള്ള ഒരു വിജയമായാണ് ഹയർ സ്കൂൾ ഓഫ് എക്കണോമിക്സ് അസോസിയേറ്റ് പ്രൊഫസർ ദിമിത്രി നോവിക്കോവ് വിലയിരുത്തുന്നത്. ചർച്ചകളുടെ വേഗത നിയന്ത്രിക്കാൻ റഷ്യക്ക് സാധിച്ചു. കൂടാതെ ബന്ധങ്ങൾ പുനഃസ്ഥാപിക്കുന്നതിൽ ട്രംപിന് ആത്മാർത്ഥപരമായ താല്പര്യമുണ്ടെന്ന് സ്വീകരിക്കുന്ന ഒന്നായിരുന്നു ഈ കൂടിക്കാഴ്ച. അതേസമയം പാശ്ചാത്യ മാധ്യമങ്ങളിൽ ഉച്ചകോടിയെക്കുറിച്ച് കണ്ട പരിഭ്രാന്തിയും അമിത ആവേശവും രാഷ്ട്രീയ നിരീക്ഷകനായ വ്ളാഡിമിർ കോർണിലേവ് ശ്രദ്ധയിൽപ്പെടുത്തി. റഷ്യയെ ഒറ്റപ്പെടുത്താനുള്ള പാശ്ചാത്യ ലോകത്തിന്റെ ദീർഘകാല ശ്രമം പരാജയപ്പെട്ടതിന്റെ സൂചനയാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ഈ കൂടിക്കാഴ്ചയിലൂടെ റഷ്യക്ക് ലോകവേദിയിലേക്ക് ശക്തമായി തിരിച്ചു വരാൻ സാധിച്ചതായി പലരും വിശ്വസിക്കുന്നു. ട്രംപിന്റെ അമേരിക്ക ഫസ്റ്റ് നയം അമേരിക്കയുടെ പരമ്പരാഗത സഖ്യകക്ഷികളുടെ താല്പര്യങ്ങളെക്കാൾ റഷ്യയുമായുള്ള നേരിട്ടുള്ള ബന്ധങ്ങൾക്ക് മുൻഗണന നൽകുന്നതിന്റെ സൂചനയായും ഇതിനെ കാണാം. ഈ ഉച്ചകോടിയെ ഒരു പോസിറ്റീവ് നീക്കം എന്നാണ് ഇന്ത്യ വിശേഷിപ്പിച്ചത്. സമാധാനപരമായ പരിഹാരത്തിന് സംഭാഷണങ്ങളും നയതന്ത്ര ബന്ധങ്ങളും ആവശ്യമാണെന്ന് വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞു. യുക്രൈൻ യുദ്ധം വേഗത്തിൽ അവസാനിപ്പിക്കണമെന്നാണ് ലോകം ആഗ്രഹിക്കുന്നതെന്നും
പ്രസ്താവനയിൽ വ്യക്തമാക്കി. ഇന്ത്യയുടെ ഈ നിലപാട് സംഘർഷങ്ങൾ പരിഹരിക്കുന്നതിന് സംഭാഷണങ്ങൾ അനിവാര്യമാണെന്ന അതിന്റെ പരമ്പരാഗത നയത്തിന്റെ തുടർച്ചയാണ്. എന്നാൽ ഇന്ത്യയുടെ റഷ്യൻ എണ്ണ ഇറക്കുമതിയുമായി ബന്ധപ്പെട്ട് ട്രംപ് ചില പരാമർശങ്ങൾ നടത്തിയത് ഇന്ത്യയുടെ ഭാഗത്തു നിന്നും വിമർശനങ്ങൾക്ക് കാരണമായി. ഈ വിഷയം ആഗോളതലത്തിൽ രാഷ്ട്രീയ ബന്ധങ്ങളും സാമ്പത്തിക താൽപര്യങ്ങളും തമ്മിലുള്ള സങ്കീർണമായ ബന്ധത്തെയാണ് സൂചിപ്പിക്കുന്നത്. അതേസമയം അലാസ്കയിൽ നടന്ന കൂടിക്കാഴ്ച യുക്രൈൻ ജനതകൾക്കിടയിൽ വലിയ ആശങ്കയും രോഷവുമാണ് ഉണ്ടാക്കിയത്. ട്രംപ് പുടിന് നൽകിയ ഊഷ്മളമായ സ്വീകരണത്തെ യുക്രൈൻ രോക്ഷത്തോടെയാണ് കണ്ടത്. റഷ്യയെ ഒറ്റപ്പെടുത്താനുള്ള ശ്രമങ്ങൾ പരാജയപ്പെട്ടതിലുള്ള വേദനയും സമാധാന ചർച്ചകളുടെ ഭാരം തങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കാൻ ട്രംപ് ശ്രമിക്കുകയാണെന്ന തോന്നലും യുക്രൈൻ നേതാക്കൾ പങ്കുവച്ചു. യുദ്ധഭൂമിയിൽ കഷ്ടപ്പെടുന്ന ഒരു രാജ്യത്തിന് തങ്ങളുടെ പ്രധാന സഖ്യകക്ഷി എതിർപക്ഷവുമായി ഒരു കരാറുമില്ലാതെ സംസാരിക്കുന്നത് വലിയ മാനസിക ബുദ്ധിമുട്ടുകൾക്ക് ഉണ്ടാക്കുന്ന ഒന്നാണ്. യുക്രൈൻ ജനതയെ സംബന്ധിച്ചിടത്തോളം ഈ കൂടിക്കാഴ്ച ഒരു കരാറിലെത്തിയില്ല എന്നതിനേക്കാൾ തങ്ങളുടെ പ്രധാന സഖ്യകക്ഷി തങ്ങളെ ഒറ്റപ്പെടുത്തുകയാണോ എന്ന ആശങ്കയാണ് അവരുടെ മേൽ സൃഷ്ടിച്ചത്. കൂടിക്കാഴ്ചയുടെ പ്രതീകാത്മകമായ പ്രാധാന്യം റഷ്യൻ മാധ്യമമായ VGDRK ന്യൂയോർക്ക് ബ്യൂറോ ചീഫ് വാലന്റിൻ ബോഗ്ദാനോവ് എടുത്തു പറഞ്ഞു. പുടിന് ലഭിച്ച ചുവപ്പ് പരവതാനിയും ട്രംപുമൊത്തുള്ള ഹസ്തദാനവും റഷ്യ ലോകവേദിയിലേക്ക് ശക്തമായി തിരിച്ചെത്തിയതിന്റെയും ഒറ്റപ്പെടുത്തൽ നയങ്ങൾ ഫലം കണ്ടില്ല എന്നതിന്റെയും സൂചനയാണ്. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്റർനാഷണൽ പൊളിറ്റിക്സ് ആൻഡ് ഇക്കണോമിക് സ്ട്രാറ്റജിന്റെ ഡയറക്ടർ എലീന പാനിനയുടെ അഭിപ്രായത്തിൽ 2025 നിർണായക രാഷ്ട്രീയ സംഭവമാണ് ഈ ഉച്ചകോടി. ട്രംപിന്റെ മറ്റ് കൂടിക്കാഴ്ചകളിൽ നിന്ന് വ്യത്യസ്തമായി പുടിനുമായി വളരെ മാന്യവും ബഹുമാനപൂർവമായ സംഭാഷണമാണ് നടന്നതെന്നും അവർ പറഞ്ഞു. ഈ കൂടിക്കാഴ്ചയിലൂടെ റഷ്യ അമേരിക്കൻ സംഘർഷങ്ങളെ കൂടുതൽ മാന്യമായ ഒരു ചട്ടക്കൂട്ടിലേക്ക് മാറ്റാൻ കഴിഞ്ഞതായി ഹയർ സ്കൂൾ ഓഫ് എക്കണോമിക്സ് പ്രൊഫസർ തിമോഫേ ബോർഡാച്ചെവ് കരുതുന്നു. റഷ്യയെ തന്ത്രപരമായി പരാജയപ്പെടുത്തുന്ന എന്ന ആശയം അമേരിക്ക താൽക്കാലികമായി മാറ്റിവെച്ചുവെന്നും അദ്ദേഹം വിശ്വസിക്കുന്നു. സൈനിക വിശകലന വിദഗ്ധർ ഇല്യ ക്രാംനിക്കിന്റെയും രാഷ്ട്രീയ നിരൂപകൻ സെർജി പോളേറ്റേവിന്റെയും അഭിപ്രായത്തിൽ പാശ്ചാത്യ രാജ്യങ്ങളിലെ അഭിപ്രായ ഭിന്നതകളും യുക്രൈനിന്റെ നിലപാടും കാരണം ഒരു സമാധാന ഉടമ്പടി ഉടൻ ഉണ്ടാകാൻ സാധ്യതയില്ല. എന്നാൽ ഇത് സംഘർഷങ്ങൾ ലഘൂകരിക്കുന്നതിനുള്ള ഒരു ഘട്ടമായുള്ള പ്രക്രിയയുടെ തുടക്കം തന്നെയാണ്. വാൾഡായ് ക്ലബിന്റെ പ്രോഗ്രാം ഡയറക്ടർ ഇവാൻ ടിമോഫിയും രാഷ്ട്രീയ നിരൂപകൻ പാവൽ ഡുബ്രാവ്സ്കിയും ഉച്ചകോടിയെ ഇരു നേതാക്കളുടെയും വിജയം എന്ന നിലയിലാണ് വിലയിരുത്തിയത്. റഷ്യ തങ്ങളുടെ പ്രധാന നിലപാടുകളിൽ ഉറച്ചു നിന്നു, അമേരിക്കയാകട്ടെ സമാധാനത്തിലേക്ക് അടുക്കുന്നു എന്നും അവർ അഭിപ്രായപ്പെട്ടു. ഈ കൂടിക്കാഴ്ചയിലൂടെ വലിയ കരാറുകളൊന്നും ഉണ്ടായില്ലെങ്കിലും ലോകക്രമത്തിൽ പുതിയ ചർച്ചകൾക്ക് വഴി തുറന്നുവെന്നാണ് ഈ പ്രതികരണങ്ങളിൽ നിന്നും വ്യക്തമാകുന്നത്. അടുത്ത ഘട്ട ചർച്ചകൾക്കായി സെലൻസ്കിയെയും യൂറോപ്യൻ യൂണിയൻ നേതാക്കളെയും ട്രംപ് അമേരിക്കയിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. ഈ ചർച്ചകൾ പൂർത്തിയാവുന്നതോടെ വിഷയത്തിൽ അടുത്തതായി എന്ത് സംഭവിക്കുമെന്ന് അറിയാൻ കഴിയും.